മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്, ഇന്തോ അമേരിക്കൻ ന്യൂക്ലിയർ ഡീലിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്, രാജ്യമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധി നടത്തുന്ന ഏറ്റവും വലിയതായ പുറപ്പെടുപ്പാടാണ് ഈ മണ്ണിൽ നിന്നും ആരംഭം കുറിക്കുന്നത്. ഞാൻ ചോദ്യം പറയില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ നമ്മൾ മറന്നുപോയിട്ടില്ല. ഇന്ത്യ രാജ്യം അനുഭവിച്ച ഒരുപാട് വേദനകൾ, ആ വേദനകളിൽ നാം ഈ കടലിനെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. We want to understand the ocean. നാം ഈ സാഗരത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. And we want to work with the ocean. നാം ഈ കടലിനോടൊപ്പം പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നു. Now on the other side, there is the BJP RSS. മറുഭാഗത്തുള്ളത് ബിജെപിയും ആർഎസ്എസുമാണ്. They want to tell India what to do. ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ഇന്ത്യയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. They have an ideology which they are convinced about. അവർക്ക് സ്വയം ബോധ്യപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. And they want to tell everybody in India that that ideology is the truth. തങ്ങളുടെ ഈ പ്രത്യയശാസ്ത്രമാണ് ഏക ശരിയായ സംഗതി, ഏക ശരിയായ തത്വശാസ്ത്രം എന്നാണ് അവർ ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. They do not really care what the ocean is saying. എന്താണ് ജനമഹാസാഗരം പറയുന്നതെന്ന് ശ്രദ്ധിക്കുവാനോ അതിന് കാതുകൊടുക്കുവാനോ അവർ തയ്യാറല്ല. They don't want to listen to the waves of the ocean. അവർ കടലിന്റെ അലമാലകളുടെ ഗാനം മുഴങ്ങുന്നത് കേൾക്കാനോ അതിന്റെ നേരെ കാതു ചേർക്കാനോ They don't want to understand the ocean. അവർ ഒരിക്കലും കടലിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. They just have an idea and they want to repeat that idea. അവർക്കൊരാശയമുണ്ട്, അത് തന്നെ അവർ ചർവണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. It is like a man who stands in front of the ocean കടലിന്റെ വക്കത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ഓർക്കുക. every morning and speaks to the ocean. എല്ലാ പ്രഭാതത്തിലും അയാൾ കടലിനോട് സംവദിക്കുന്നു. Who is arrogant enough to believe that his little idea is more powerful than the ideas of the ocean. തന്റെ ആശയം കടലിന്റേതിനേക്കാൾ വലിയ ശക്തമായ ആശയമാണെന്ന് അയാൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. He does not understand the power of the ocean. പക്ഷേ കടലിന്റെ ശക്തിയോ, So all he does is ridicule himself. അയാൾ കടലിനോട് സംസാരിക്കുന്നില്ല. We start from a position of humility. നാം വിനയത്തിൽ നിന്നാണ് നമ്മുടെ പ്രവർത്തനം തുടങ്ങുന്നത്. Before we start, we bow in front of our country. നാം ആരംഭം കുറിക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ നമിക്കുന്നു. And when I say we bow in front of our country, I mean we bow in front of every voice in this country. ഈ രാജ്യത്തെ വന്ദിക്കുന്നു, ഈ രാജ്യത്തെ നമിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കട്ടെ. ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരനെയും നമിക്കുന്നു എന്നുള്ളതാണ്. And then we listen. നാം ശ്രദ്ധിക്കുന്നു. And you